ഹായ്, ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് പാർട്ട് 7. സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനലിൽ ഇതുവരെ വന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി വരുന്ന എല്ലാ പ്രധാനപ്പെട്ട വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കാം. നോക്കുക, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ക്യാഷ് ലോൺ എത്ര എമൗണ്ട് സ്വീകരിക്കാം, സെക്ഷൻ 269SS. കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് പാർട്ട് 6 നമ്മൾ അനലൈസ് ചെയ്തത് സെക്ഷൻ 269ST എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആയിരുന്നു. അതായത് അത് ക്യാഷ് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഇത് ലോണ് എത്ര സ്വീകരിക്കാം, എത്ര റീപേ ചെയ്യാം, അതായത് സെക്ഷൻ 269SS, സെക്ഷൻ 269T, അതായത് സെക്ഷൻ 269ST ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ അതായത് ക്യാഷിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ക്യാഷിന്റെ ട്രാൻസാക്ഷൻ വളരെയധികം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് ഗവൺമെന്റ് ഇത്തരം സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഈ സെക്ഷൻ പ്രകാരം എ പേഴ്സൺ കനോട്ട് ആക്സെപ്റ്റ് ഫ്രം എനി അതർ പേഴ്സൺ എനി ലോൺ ഓർ ഡെപ്പോസിറ്റ് ഓർ എനി അതർ സ്പെസിഫൈഡ് സം otherwise than by an account payee cheque or account payee bank draft or use of electronic clearing system. A person cannot accept from any other person any loan or deposit. ലോൺ ആയോ ഡെപ്പോസിറ്റ് ആയോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് എത്ര എമൗണ്ടാണ് പറയുന്നത്, 20,000 അതിൽ കൂടുതലോ ക്യാഷ് ലോണായി സ്വീകരിക്കാൻ പാടില്ല. 20,000 കുറവ് സ്പ്ലിറ്റപ്പ് ആയി വാങ്ങിയാലും അഗ്രിഗേറ്റ് നോക്കും. ഇനി നോക്കുക, നമ്മൾ 20,000 20,000 കൂടുതലോ വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ എമൗണ്ടുകൾ വാങ്ങിച്ചിട്ട് 1000 വാങ്ങിച്ചു, 2000 വാങ്ങിച്ചു, 5000 വാങ്ങിച്ചു, ഇതൊക്കെ 20,000 കുറവല്ലേ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പാടില്ല. കാരണം എന്ത് ചെയ്യും, ഈ ചെറിയ ഒരു ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ തൊട്ടിട്ട് മാർച്ച് വരെയുള്ള പീരീഡിൽ നിങ്ങൾ വാങ്ങിച്ച എല്ലാ എമൗണ്ടുകളും, ക്യാഷായിട്ട് വാങ്ങിച്ച എല്ലാ എമൗണ്ടുകളും കൂട്ടി അഗ്രിഗേറ്റ് എപ്പോഴാണോ 20,000 മുകളിലേക്ക് പോകുന്നത്, 20,000 അതിന് മുകളിലേക്കോ പോകുന്നത്, ആ സമയം തന്നെ എന്തായി പെനാൾട്ടി വരും. ഇവിടെ പെനാൾട്ടി ആരാണ്, റിസീവർ ആണ് അടക്കേണ്ടത്. 100% തന്നെയാണ് പെനാൾട്ടി. എത്രയാണോ ഇപ്പൊ 20,000 ആണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ 20,000 തന്നെയാണ് നിങ്ങളുടെ പെനാൽറ്റി. അല്ല, അതിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ചെറിയ എമൗണ്ട് കൂടിയിട്ടോ അല്ലെങ്കിൽ 20,000 അങ്ങനെ എത്രയാണോ ടോട്ടൽ എമൗണ്ട് സ്വീകരിച്ചിരിക്കുന്നത് ലോണായിട്ട്, അത്രയും എമൗണ്ട് തന്നെ 100% തന്നെ നിങ്ങൾക്ക് പെനാൽറ്റി വരും. ആ സ്വീകരിച്ച വ്യക്തിയാണ് ഇവിടെ പെനാൽറ്റി അടക്കേണ്ടത്. ഇപ്പൊ സപ്പോസ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്ഥാപനം അവരുടെ സ്റ്റാഫിന് ലോൺ കൊടുക്കുന്നു. അപ്പൊ സ്ഥാപനത്തിൽ നിന്ന് ലോണ് സ്വീകരിച്ച സ്റ്റാഫിന്, അതായത് 20,000 അതായത് സ്പ്ലിറ്റപ്പ് കുറെ നിങ്ങൾ വാങ്ങിച്ചു 1,000 5,000 ഒക്കെ കൂടിയിട്ട് എന്തായി ലോണ് 20,000 മുകളിൽ കടന്നു 25,000 ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്വീകരിച്ച നിങ്ങൾ 25,000 പെനാൽറ്റി അടക്കാൻ ബാധ്യസ്ഥനായി. ഇനി അതേപോലെ തന്നെ നോക്കുക, ക്യാഷ് ലോൺ റീപേയ്മെന്റ് ലിമിറ്റ് സെക്ഷൻ 269T. ഈ സെക്ഷൻ പ്രകാരം പറയുന്നത് പ്രൊഹിബിറ്റ്സ് എനി പേഴ്സൺ ടു റീപേ ദ ലോൺ ഓർ ഡെപ്പോസിറ്റ് ഓർ സ്പെസിഫൈഡ് സം otherwise than by an account payee cheque or account payee bank draft or by use of electronic clearing system through a bank account. അതായത് ഇനി അങ്ങനെ വാങ്ങിച്ച ലോണ് റീപേ ചെയ്യുന്നതും എങ്ങനെയായിരിക്കണം, അക്കൗണ്ട് പേയ് ചെക്കിലൂടെയോ അക്കൗണ്ട് പേയ് ബാങ്ക് ഡ്രാഫ്റ്റിലൂടെയോ അല്ലെങ്കിൽ യൂസ് ഓഫ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റത്തിലൂടെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഈ സെക്ഷൻ പ്രകാരം നിങ്ങൾക്ക് പെനാൽറ്റി ഒന്നും വരില്ല. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ക്യാഷിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ നോക്കുക, ഇൻട്രസ്റ്റ് എമൗണ്ട് കൂട്ടിയാലും 20,000 കൂടുതൽ ആവാൻ പാടില്ല. നിങ്ങൾ റീപേ ചെയ്ത എമൗണ്ട് ഇനി ഇൻട്രസ്റ്റ് ഉള്ള ലോൺ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഇൻട്രസ്റ്റ് അടക്കം കൂട്ടിയാലും 20,000 അതിൽ കൂടുതലോ ആ റീപേയ്മെന്റ് ആവാൻ പാടില്ല. അങ്ങനെയായാൽ നിങ്ങൾ ഏത് സെക്ഷൻ 269T വയലേറ്റ് ചെയ്തായിട്ട് കണക്ക് കൂട്ടും. 100% എത്രയാണോ റീപേ ചെയ്ത എമൗണ്ട്, ഇവിടെ ആരാണ്, പെയർ ആണ്. ഈ സെക്ഷൻ പ്രകാരം പെയർ ആണ് പെനാൽറ്റി എടുക്കേണ്ടത്. എത്ര എമൗണ്ട് ആണോ നിങ്ങൾ റീപേ ചെയ്തത് ആ എമൗണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ പെനാൽറ്റി എമൗണ്ട്. ഈ രണ്ട് കേസിലും എങ്ങനെയാണെങ്കിൽ പെനാൽറ്റി വരുന്നില്ല, ബാങ്ക് ത്രൂ ചാനലാണെങ്കിൽ അക്കൗണ്ട് പേ ചെക്കോ അക്കൗണ്ട് പേ ബാങ്ക് ഡ്രാഫ്റ്റോ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റത്തിലൂടെയോ ലോൺ കൊടുക്കാം. നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം.
അങ്ങനെയല്ല, ക്യാഷ് ത്രൂ ആണ് കൊടുക്കുന്നതെങ്കിൽ 20,000-ൽ കൂടുതലാകാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 269ST പറയുമ്പോൾ 2 ലക്ഷം വരെ സ്വീകരിക്കാം എന്ന് പറയുന്ന തെറ്റിദ്ധാരണ പോലെ തന്നെ ഇവിടെയും ഉണ്ട് ഒരു തെറ്റിദ്ധാരണ. 20,000 വരെ ക്യാഷ് ലോൺ സ്വീകരിക്കാം, 20,000 വരെ ക്യാഷ് ലോൺ റീപേ ചെയ്യാം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ആക്ച്വലി 20,000 ക്യാഷ് ലോൺ സ്വീകരിച്ചാൽ നിങ്ങൾ 20,000 തന്നെ പെനാൽറ്റി അടക്കാൻ ബാധ്യസ്ഥനായി. അതുപോലെ തന്നെ 20,000 റീപേയ്മെന്റ് ചെയ്താൽ 20,000 തന്നെ പെനാൽറ്റി അടക്കാൻ ബാധ്യസ്ഥനായി. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ക്യാഷ് ലോണിന്റെ എമൗണ്ട് 19,999 ₹1 കൂടിയാൽ 20,000 നിങ്ങൾക്ക് പെനാൽറ്റി വരികയും ചെയ്തു. അപ്പോൾ ആ തെറ്റിദ്ധാരണ ഒഴിവാക്കുക. 20,000 ക്യാഷ് ലോൺ സ്വീകരിക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല. അപ്പോൾ ക്യാഷ് ലോൺ സ്വീകരിക്കുമ്പോഴും ക്യാഷ് ലോൺ റീപേ ചെയ്യുമ്പോഴും ഈ ക്ലോസ് ആലോചിക്കണം. ഒരിക്കലും ഒറ്റ എമൗണ്ട് ആയിട്ടോ അഗ്രിഗേറ്റ് എമൗണ്ട് ആയിട്ടോ, അതായത് നിങ്ങൾ ഈ തിരിച്ചടച്ചതും നിങ്ങൾ 1000 തിരിച്ചടച്ചു, 2000 തിരിച്ചടച്ചു, പല മാസങ്ങളിലായിട്ട് 5000 തിരിച്ചടച്ചു, 3000 തിരിച്ചടച്ചു, ഇങ്ങനെയാണ് 20,000 എപ്പോഴാണോ കിടക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് അഗ്രിഗേറ്റ് ചെയ്യും. അപ്പൊ 20,000 ആകുന്ന സമയത്തല്ലേ ആ സമയം തന്നെ നിങ്ങൾക്ക് എന്തായി പെനാൽറ്റി വന്നു. അതേപോലെ തന്നെ ക്യാഷ് ലോൺ സ്വീകരിച്ച കേസും പറഞ്ഞു. നിങ്ങൾ 1000 ആയിരിക്കാം ഏപ്രിൽ മാസം വാങ്ങിക്കുന്നുണ്ടാവുക, മെയ് മാസം 2000 ആയിരിക്കാം. അങ്ങനെ ഓരോ മാസം ചെറിയ ചെറിയ എമൗണ്ട് കൂടിയിട്ട് എപ്പോഴാണോ ക്യാഷ് ലോൺ 20,000-ൽ സ്വീകരിച്ചതായിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് പെനാൽറ്റി വന്നു. നിങ്ങൾ ഈ 269SS എന്ന് പറയുന്ന സെക്ഷൻ വയലേറ്റ് ചെയ്തതായിട്ട് കണക്ക് കൂട്ടും, നിങ്ങൾക്ക് 100% പെനാൽറ്റി വരും. ഇതാണ് ലോണ് സ്വീകരിക്കുമ്പോഴും തിരിച്ചടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ചോദ്യം റേസ് ചെയ്തിട്ടുണ്ട്. റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബൈ പാർട്ട്ണർഷിപ്പ് ഫേം എമൗണ്ട് ടു വയലേഷൻ ഓഫ് സെക്ഷൻ 269SS ആൻഡ് 269T. വെദർ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബൈ പാർട്ട്ണർഷിപ്പ് ഫേം ആൻഡ് എമൗണ്ട് ടു വയലേഷൻ ഓഫ്, നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പൈസ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും, ഒരു പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഇൻട്രഡക്ഷനും ഡ്രോയിങ്സും ഈ 269SS-ന്റെയോ അല്ലെങ്കിൽ 269T-യുടെയോ അണ്ടറിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പറയുന്നത് നോ, ആസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ നൈദർ എ ലോൺ നോർ എ ഡെപ്പോസിറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ലോൺ എന്ന ഗണത്തിലോ ഡെപ്പോസിറ്റ് എന്ന ഗണത്തിലോ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ പെടാത്തതുകൊണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും വിഡ്രോ ചെയ്തതും ഏത് പ്രകാരം പരിഗണിക്കില്ല? ഈ സെക്ഷൻ 269SS-ന്റെ അണ്ടറിലും വരില്ല, 269T-യുടെ അണ്ടറിലും വരില്ല. അതുപ്രകാരമുള്ള ഒരു പെനാൽറ്റിയും അവർക്ക് വരില്ല. ഇതാണ് ക്യാഷ് ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വരുന്നു. സെക്ഷൻ 269SS, സെക്ഷൻ 269T. ഇനി അതിനുശേഷമാണ് നമ്മുടെ 269ST വന്നത്. അത് ഇതിനേക്കാളും ഒരു വലിയ വൈഡ് മീനിങ് ഉള്ള ഒരു സംഭവമായിരുന്നു. ഇത് കഴിഞ്ഞ ക്ലാസ് വന്നതിന് ശേഷം ഒരുപാട് ക്വരികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു 2-3 എക്സാമ്പിൾ ഇവിടെ 269ST-യുടെ അതാണ് എടുത്തിട്ടുള്ളത്. നോക്കുക, ഒരു ഡൗട്ട് അത് ക്വസ്റ്റ്യൻ രൂപത്തിലാക്കിയിട്ടുണ്ട്. അരുൺ സെൽസ് ഹിസ് പേഴ്സണൽ ഇന്നോവ കാർ ടു ബിജു ₹4 ഇൻ ക്യാഷ്. ഒരു വ്യക്തി അവരുടെ വ്യക്തിപരമായിട്ട് വേറൊരു വ്യക്തിക്ക് കൊടുക്കുകയാണ്, അവരുടെ കാറ് സെയിൽ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് ആയിട്ട് ഒറ്റ സംഖ്യയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ 7 ലക്ഷമാണ് ഇവിടെ ഇന്നോവ കാർ വിറ്റ വില. അത് ഒറ്റയടിക്ക് ഒരേ ദിവസം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ 269ST വയലേറ്റ് ചെയ്തതായിട്ട് കണക്ക് കൂട്ടുക എന്നായിരുന്നു ചോദ്യം. ഇവിടെ സെക്ഷൻ ആൻസർ പറയുന്നത് വയലേറ്റ്സ് സെക്ഷൻ 269ST. അത് പ്രകാരം തന്നെ ഏതൊരു പെനാൽറ്റി വരും അണ്ടർ സെക്ഷൻ 271DA. അത്ര തന്നെ 7 ലക്ഷമാണ് സ്വീകരിച്ചത്, 7 ലക്ഷം തന്നെ പെനാൽറ്റി വരും. ഇനി അടുത്ത ഒരു ചോദ്യം, മെസ്സേഴ്സ് കൃഷ്ണ ട്രേഡേഴ്സ് റിസീവ്സ് ക്യാഷ് പേയ്മെന്റ് ഓഫ് ₹4 lakhs ഫ്രം മെസ്സേഴ്സ് നക്ഷത്ര ഓൺ 20 മാർച്ച് 2020 ഫോർ ദ ഫോളോയിങ്. കൃഷ്ണ ട്രേഡേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം നക്ഷത്ര എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് എത്ര കൈപ്പറ്റിയിട്ടുണ്ട്? 4 ലക്ഷം രൂപ 20 മാർച്ച് 2020 കൈപ്പറ്റിയിട്ടുണ്ട്. ആര്? കൃഷ്ണ ട്രേഡേഴ്സ്. എന്തിനൊക്കെയാണ്? ₹1,30,000 പാർട്ട് പേയ്മെന്റ് ഫോർ ഇൻവോയ്സ് നമ്പർ 81 ഡേറ്റഡ് 1st March 2020 ഓഫ് ₹4 lakh. 1/4 ഇഷ്യൂ ചെയ്ത ബിൽ നമ്പർ 81 എത്രയാണ്? ബിൽ എമൗണ്ട് 4 ലക്ഷമാണ്.
അതിലേക്ക് 1,30,000 പാർട്ട് പേയ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇനി 1,95,000 പാർട്ട് പേയ്മെന്റ് ഫോർ ഇൻവോയ്സ് നമ്പർ 90 ഡേറ്റഡ് 14/3/2020 ഓഫ് റുപ്പീസ് 2,75,000. 2,75,000 14/3 ഒരു ബില്ല് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിൽ നമ്പർ 90. അതിലേക്ക് 1,95,000 പാർട്ട് പേയ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി 75,000 പാർട്ട് പേയ്മെന്റ് ഫോർ ഇൻവോയ്സ് നമ്പർ 94 ഡേറ്റഡ് 18 മാർച്ച് 2020 ഓഫ് റുപ്പീസ് 1,80,000. ഇനി 94 ബിൽ നമ്പർ ഡേറ്റ് 18 മാർച്ചിനാണ്. അത് ബിൽ എമൗണ്ട് 1,80,000 ആണ്. അതിലേക്ക് 75,000 പാർട്ട് പേയ്മെന്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ 1,30,000, 1,95,000, 75,000 ഇങ്ങനെ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 4 ലക്ഷം ആവും. ഇങ്ങനെയാണ് 4 ലക്ഷം ഒരു ദിവസം തന്നെ ആര് സ്വീകരിച്ചിരിക്കുന്നത്? കൃഷ്ണ ട്രേഡേഴ്സ് സ്വീകരിച്ചിരിക്കുന്നത്. ആരിൽ നിന്ന്? നക്ഷത്ര എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഇത് അനലൈസ് ചെയ്യുമ്പോൾ ആൻസർ പറയുന്നത് ഇവിടെയും സെക്ഷൻ 269ST വയലേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? ഒരു ദിവസം തന്നെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് 2 ലക്ഷത്തിൽ കൂടുതൽ സ്വീകരിച്ചിരിക്കുന്നത്. ആര്? കൃഷ്ണ ട്രേഡേഴ്സ്. ആരിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? നക്ഷത്ര എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ സെക്ഷൻ 269ST വയലേറ്റ്സ്, പെനാൽറ്റി വിൽ കം ടു കൃഷ്ണ ട്രേഡേഴ്സ്. കൃഷ്ണ ട്രേഡേഴ്സിന് എത്ര വരും? 4 ലക്ഷം രൂപ പെനാൽറ്റി 271DA എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം വരും. അതേപോലെ തന്നെ ഇത് 2 സ്ഥാപനങ്ങളായതുകൊണ്ട് തന്നെ നക്ഷത്ര എന്ന് പറയുന്നവരുടെ 4 ലക്ഷം രൂപ എക്സ്പെൻസ് ഡിസലോവുകയും ചെയ്യും. അത് വേറെ സെക്ഷനാണ്. അത് അണ്ടർ സെക്ഷൻ 40A3 എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് തന്നെ വളരെ വിശദമായിട്ട് പഠിക്കുന്നതാണ്. അത് പേയ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഓപ്പോസിറ്റ് ആരാണോ കൊടുത്തിരിക്കുന്നത് നക്ഷത്ര എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ആ എക്സ്പെൻസ് 4 ലക്ഷം ഡിസലവ് ആവുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. അതേസമയം ഇവിടെ കൃഷ്ണ ട്രേഡേഴ്സ് ആണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്ഷൻ 271DA പ്രകാരം 4 ലക്ഷം തന്നെ പെനാൽറ്റി അടക്കാൻ ആര് ബാധ്യസ്ഥനാണ്? കൃഷ്ണ ട്രേഡേഴ്സ് ബാധ്യസ്ഥനാണ്. ഇനി നോക്കൂ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മിസ്റ്റർ ബിജേഷ് introduces rupees 3 lakhs as capital in partnership on 24/4/2020 and withdraws rupees 2,50,000 from partnership as on 2 May 2020. ഇനി ബിജേഷ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൽ എത്ര പൈസ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? 3 ലക്ഷം രൂപ ക്യാപിറ്റലായിട്ട് ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്, ക്യാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 2.5 ലക്ഷം രൂപ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ 269ST വയലേറ്റ് ചെയ്തതായിട്ട് കണക്ക് കൂട്ടുക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ആൻസർ വയലേറ്റ്സ് സെക്ഷൻ 269ST ആൻഡ് പെനാൽറ്റി വിൽ കം. കാരണം ഇവിടെ സ്ഥാപനത്തിലേക്ക് ക്യാഷ് ആയിട്ട് എത്ര കൊണ്ടുവന്നിട്ടുണ്ട്? ബിജേഷ് 3 ലക്ഷം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമയത്ത് ഫേമാണ് 3 ലക്ഷം സ്വീകരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഫേമാണ് പെനാൽറ്റി അടക്കേണ്ടത് 3 ലക്ഷം രൂപ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനിൽ വിഡ്രോ ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ ബിജേഷിന് ആരാണ് ക്യാഷ് കൊടുക്കുന്നത്? പാർട്ണർഷിപ്പ് ഫേമാണ് കൊടുക്കുന്നത്. ആരാണ് റിസീവ് ചെയ്യുന്നത്? ബിജേഷ് ആണ് റിസീവ് ചെയ്യുന്നത്. 2,50,000 രൂപ ക്യാഷ് വിഡ്രോവൽ ചെയ്യുന്നത് ബിജേഷ് ആയതുകൊണ്ട്, സ്വീകരിക്കുന്നത് ബിജേഷ് ആയതുകൊണ്ട് ബിജേഷ് എന്ത് ചെയ്യണം? പെനാൽറ്റി 271DA പ്രകാരം 2,50,000 പെനാൽറ്റി അടക്കണം. ക്ലിയർ അല്ലേ? അതായത് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ആരാണ് ക്യാപിറ്റൽ കൊണ്ടിരുന്നത്? ബിജേഷ് ആണ് സ്ഥാപനത്തിലേക്ക് ക്യാപിറ്റൽ കൊണ്ടിരുന്നത്. ആരാണ് സ്വീകരിക്കുന്നത്? പാർട്ട്ണർഷിപ്പ് ഫേമാണ് സ്വീകരിക്കുന്നത്. ആ സിറ്റുവേഷനിൽ ഫേമാണ് പെനാൽറ്റി അടക്കേണ്ടത്. അതേസമയം ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ബിജേഷ് ആണ് ക്യാഷ് സ്വീകരിക്കുന്നത്. ആ 2,50,000 ബിജേഷ് ആണ് 271DA പ്രകാരം പെനാൽറ്റി അടക്കേണ്ടത്. ഇങ്ങനെയാണ് പാർട്ട്ണറും അതിന്റെ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 269ST എഫക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.